ഇന്ന് എൻ്റെ കാശിക്കുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ കൂട്ടുകാരെ. ഞാൻ രാവിലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കാശിക്കുട്ടനെ എണീപ്പിക്കാൻ നോക്കുകയാണ്. എപ്പോഴും ഞാൻ വിളിക്കാതെ തന്നെയാണ് അവൻ രാവിലെ എണീറ്റ് വരുന്നത്. 2 ദിവസമായിട്ട് കുറച്ച് വൈകിട്ട് കിടക്കുന്നതുകൊണ്ട് രാവിലെ ഇപ്പം അങ്ങനെ പഴയ പോലെ എണീക്കാറില്ല. ആരെങ്കിലും വിളിച്ചിട്ട് എണീക്കുന്നതിനേക്കാട്ടിലും അവനിഷ്ടം സ്വയം എണീറ്റ് വരാനാണ്. ഇന്ന് ഞാൻ രാവിലെ വിളിച്ച് ഉറക്കം കളഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൊന്നും പുള്ളിക്കാരന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണിന്ന് കാശിക്കുട്ടൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. ഞാൻ കാശിക്കുട്ടനെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. എന്നാലും അവന് ആകെപ്പാടെ ഒരു ക്ഷീണമെല്ലാം ഉണ്ട്. ചെറിയ ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ടാവാം. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുന്ന ദിവസം ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും അവന്. കുഞ്ഞുങ്ങൾക്കെല്ലാം പൊതുവേ അങ്ങനെയാണെന്ന് തോന്നുന്നു. എൻ്റെ മൂഡ് മാറ്റാൻ നിന്നോടെ ഞാനൊരു ഉമ്മയൊക്കെ കൊടുക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇറങ്ങി. നേരെ പോകുന്നത് കാശിക്കുട്ടൻ്റെ അംഗൻവാടിയിലേക്കാണ്. അവിടെ ഒരു കേക്ക് മുറിയൊക്കെ ഉണ്ട്. ആദ്യം അംഗൻവാടിയിൽ സദ്യ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം അത് കേക്കിലേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അംഗൻവാടിയിലേക്കാണ് പോകുന്നത്. വീട് നാഷണൽ ഹൈവേയുടെ തീരത്താന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. 5 മിനിറ്റ് കൊണ്ട് അംഗൻവാടിയിലെത്തുന്ന ഞങ്ങൾ അരമണിക്കൂർ എടുത്തിട്ടാണ് ഇപ്പോൾ അംഗൻവാടിയിലെത്താറ്. കാശൂട്ടിന് നേരം വൈകുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും ഈ പാലത്തെ ശപിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ച തലശ്ശേരിയിൽ ഒരു കല്യാണത്തിന് പോയി ട്രാഫിക്കിൽ കുടുങ്ങിയ പിന്നെ പാലത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കി. പാലത്തിനടുത്തുള്ള നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുറേ ദൂരം യാത്ര ചെയ്യുന്നവർക്ക് ട്രാഫിക്കിലൊന്നും കുടുങ്ങാതെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ കാശൂട്ടൻ്റെ അംഗൻവാടിയിലെത്തി. അംഗൻവാടിയുടെ പുറകുവശം നാഷണൽ ഹൈവേ ആണെങ്കിലും ഭാഗം മരങ്ങളെല്ലാം നിറഞ്ഞ് കാവ് പോലുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ശുദ്ധവായുവും കാറ്റും ലഭിക്കും. കാശിക്കുട്ടന് അംഗൻവാടിയിൽ നല്ല ഗംഭീര വരവേൽപ്പായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികളും ടീച്ചറും കൈയടിച്ച് അവന് ആശംസകൾ നേർന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി കാശിക്കുട്ടൻ്റെ പിറന്നാളിൻ്റെ കേക്ക് മുറിച്ചു. കുട്ടികളെല്ലാവരും വളരെയധികം ഹാപ്പിയായിരുന്നു. എല്ലാവരും ഓരോ ചെറിയ കഷ്ണം കേക്ക് കാശിക്കുട്ടൻ്റെ വായിൽ വെച്ച് കൊടുത്തു. കാശിക്കുട്ടന് ഒരു വശത്ത് സന്തോഷവും മറുവശത്ത് ഭയങ്കര നാണവും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കൂട്ടുകാർക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കാൻ വളരെ ഉത്സാഹമായിരുന്നു. മറ്റു ചിലരാകട്ടെ മടിച്ചു മാറി നിന്നുകൊണ്ട് മറ്റു കൂട്ടുകാർ കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി നോക്കി ആസ്വദിക്കുകയായിരുന്നു. കാശിയുടെ അംഗൻവാടിയിൽ അന്യനാട്ടിൽ നിന്നും തൊഴിൽ തേടി എത്തിയ സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളുമുണ്ട്. അവർ നമ്മുടെ ഈ കൊച്ചു കൊച്ചു ആഘോഷങ്ങളെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ജന്മദിനങ്ങളൊന്നും ഇങ്ങനെ ആവാറില്ല. അവരിൽ ചില നിഷ്കളങ്കരായ കുട്ടികൾക്ക് നമ്മൾ പിറന്നാൾ ആഘോഷിക്കുകയാണ് എന്ന് പോലും അറിയില്ല. നമ്മുടെ ഈ കൊച്ചു കൊച്ചു ആഘോഷങ്ങളിൽ അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള സങ്കടം നിറയ്ക്കുമോ എന്ന പേടിയുമുണ്ട്. കാശിയുടെ പിറന്നാളിന് നമ്മൾ ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്താറില്ല. വീട്ടിലും മുറിച്ചു ഒരു കേക്ക്. കാശിയുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് പെപ്പ പിഗും അവൻ്റെ ഫാമിലിയും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പിറന്നാളിന് നമ്മൾ അവരെയും ഉൾപ്പെടുത്തി. കാശിക്ക് വളരെയധികം സന്തോഷമായി, അതിലുപരി നാണവും. കാശിയുടെ ഒരു പിറന്നാളിന് തന്നെ 2 കേക്കുകൾ മുറിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അങ്ങനെ ഓരോരുത്തരായി കേക്കും കഷ്ണങ്ങൾ കാശിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുതന്നെ ഒരുപാട് കേക്ക് പുള്ളിക്കാരൻ അകത്താക്കിയിട്ടുണ്ട്. അടുത്തതായി അച്ചമ്മയും അച്ഛനും കേക്ക് കൊടുക്കാനായി വന്നപ്പോൾ കാശിക്ക് ഭയങ്കര നാണമായിരുന്നു. നിർബന്ധിച്ച് ഒരു കഷ്ണം അവനെ കൊണ്ട് തീറ്റിക്കുകയാണ് അച്ചമ്മ. ഇനി ബാക്കിയുള്ളവരോടും കേക്ക് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടമാവുമല്ലോ എന്ന് കരുതി ഞാൻ ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. നീ അവരോട് കേക്ക് മേടിച്ചില്ലെങ്കിൽ നിൻ്റെ കേക്ക് എടുത്ത് ഞാൻ തൊട്ടടുത്ത വീട്ടിലെ വാവയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. പാവം പേടിച്ചിട്ടാണോ എന്നറിയില്ല. പിന്നെ കേക്ക് കൊടുക്കാൻ വന്നവരോടെല്ലാം കേക്കുകൾ വാങ്ങിച്ചു. എല്ലാവരെയും രൂക്ഷമായി നോക്കി പേടിപ്പിക്കുന്നുമുണ്ട്. എനിക്ക് താല്പര്യമൊന്നുമില്ല. അമ്മയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് എന്നൊരു ഭാവം അവനിലുണ്ടായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെയൊന്നും ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആഘോഷവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാത്തിനും മുൻപന്തിയിൽ ആഘോഷങ്ങൾ തന്നെ. ആഘോഷങ്ങളില്ലാതെ ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറില്ല.
തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ കൊച്ചു സംസ്ഥാനത്തിൽ നമ്മുടെ ഈ വർദ്ധിച്ചു വരുന്ന ആഘോഷഭ്രാന്ത് കാരണം ഒരുപാട് പേർ ഉപജീവന മാർഗം കണ്ടെത്തി എന്നതിലാണ് നമ്മുടെ സന്തോഷം.